കാലാവസ്ഥാ വ്യതിയാനത്തിൽ ചൂടുയർന്നതോടെ പക്ഷിമൃഗാദികൾക്ക് ദാഹജലം നൽകുകയാണ് കൊല്ലം ആശ്രാമം ഫ്രണ്ട്സ് ക്ലബ്ബ് പ്രവർത്തകർ. ആശ്രാമം മൈതാനത്തിന് ചുറ്റും നടപ്പാതയോട് ചേർന്ന് തെരുവ് നായ്ക്കൾക്കും പക്ഷികൾക്കും കോൺക്രീറ്റ് ബേസിനുകൾ സ്ഥാപിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ഇപ്പോൾ ആഗോളതാപനത്തെ വല്ലാതെ ഉയർത്തുന്നുണ്ട്. അതേസമയം ഇതുപോലുള്ള മനുഷ്യസ്നേഹികൾ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണവും വെള്ളവും ഒരുക്കുകയാണ്. ചൂട് കാലാവസ്ഥയാകുമ്പോഴേക്കും ഈ നായകൾ ഉൾപ്പെടെ വല്ലാതെ അത് ആക്രോശിക്കുന്നുണ്ട്. പലരെയും അത് അക്രമ സ്വഭാവത്തിലേക്കൊക്കെ മറ്റും പോകും. അത് നിയന്ത്രിക്കുന്നതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ തെരുവ് നായ്ക്കൾക്ക് വെള്ളവും ഒക്കെ തയ്യാറാക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കുമുള്ള കുടിനീർ പദ്ധതി എന്ന് പേരിട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ആശ്രാമം ഫ്രണ്ട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഈ വെള്ളമൊക്കെ ഇവിടെ ഒരുക്കുന്നത്. ഞങ്ങൾ ആശ്രാമം ഫ്രണ്ട്സ് ക്ലബ്ബ് എന്ന നടത്ത ക്ലബ്ബാണ്. അപ്പോൾ ഞങ്ങൾ ആശ്രാമത്ത് ഈ മൈതാനത്ത് വന്ന് നടക്കുമ്പോഴത്തേക്ക് നമ്മൾ സ്ഥിരം കാണുന്നതാണ് തെരുവ് പട്ടികൾ. അപ്പോൾ ഡെയിലി കൂടിക്കൊണ്ടിരിക്കും. സംഭവം ഇത് തെരുവ് പട്ടികളല്ല, യഥാർത്ഥത്തിൽ ആൾക്കാർ വീട്ടിൽ വളർത്തിയിട്ട് അതിനെന്തെങ്കിലും ഒരു അസുഖമോ പോരായ്മ വരുമ്പോൾ അവർ കൊണ്ട് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ നടക്കുന്നവർക്ക് ഇവിടെ എല്ലാവർക്കും ഒരു ശല്യമാകുമ്പോൾ നമ്മൾ അന്ന് അന്വേഷിച്ചപ്പോൾ ഈ ചൂട് കാലത്ത്, ഈ വരൾച്ച കാലത്ത് അവർക്ക് ആഹാരമോ വെള്ളമോ ഇല്ല. അതുകൊണ്ടാണ് കൂടുതൽ ഈ മനുഷ്യനെ ആക്രമിക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ നേതൃത്വത്തിൽ നമ്മളിവിടെ കുടിവെള്ള പദ്ധതി ആശ്രാമം ഫ്രണ്ട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ രക്ഷാധികാരി ശ്രീ മനീസ് എല്ലാവരും കൂടെ സ്പോൺസർ ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റും വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ കൊറോണ കാലഘട്ടത്തിലാണ് നമ്മുടെ ഈ തെരുവ് നായ്ക്കൾ ഏറ്റവും അധികം വിഷം നനഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യം എനിക്ക് കാണാൻ സാധിച്ചത്. ആ നാൾ മുതൽ ഞാൻ എൻ്റെ വീട്ടിൽ ആഹാരം പ്രിപ്പയർ ചെയ്തു ഈ തെരുവുകളിലെ എല്ലാ ഇടങ്ങളിലും ഞാൻ കൊണ്ട് കൊടുക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ആശ്രാമം AFC നമ്മുടെ ആശ്രാമം ഫ്രണ്ട്സ് ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ കുടിവെള്ള പദ്ധതി നമ്മൾ കൊടുക്കാൻ സാധിച്ചതും ഈ കാക്കയായാലും ശരി, തെരുവ് നായ്ക്കൾ മാത്രമല്ല, കാക്ക, മൈന, കിളികൾ, അങ്ങനെയുള്ള ഒരുപാട് പക്ഷി മൃഗാദികൾ വന്ന് ആ വെള്ളത്തെ ആശ്രയിച്ച് കുടിക്കുന്ന കാണുമ്പോൾ മനസ്സിന് നല്ലൊരു സന്തോഷം തോന്നും. നടന്നു പോകുമ്പോഴേ പ്രാവുകളും കാക്ക, മൈനയൊക്കെ ഇങ്ങനെ ചത്ത് കിടക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ വെള്ളം കിട്ടാമെന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് 5-6 ടാങ്ക് വെച്ച് വെള്ളം വെക്കാം. അങ്ങനെ ടാങ്ക് വെച്ച് വെള്ളം വെച്ചപ്പോൾ കാക്ക, മൈന, പ്രാവുകളെല്ലാം വന്ന് കുടിക്കാൻ തുടങ്ങി. അതിനുശേഷം വലുതായിട്ട് ചത്ത് വീഴുന്ന കാണുന്നില്ല. പിന്നെ പട്ടികളൊക്കെ വെള്ളം കുടിക്കാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളത് സ്ഥിരമായിട്ട് 10 ടാങ്ക് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ദിവസം ഓരോ ടാങ്ക് വെച്ചുകൊണ്ടിരിക്കും. ആശ്രാമം ഫ്രണ്ട്സ് ക്ലബ്ബ് ഇപ്പോൾ ഒരു മാതൃക കാണിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലെ പല സ്ഥലങ്ങളിലും പക്ഷിമൃഗാദികൾ ഈ വേനൽക്കാലത്ത് ദാഹജലത്തിന് വേണ്ടി കേഴുന്നുണ്ട്. അത് മനസ്സിലാക്കണം. ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.